പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എല്ലാ ദൈവമക്കളെയും അറിയിക്കട്ടെ. ഇന്ന് ഒരു തിരുവചനം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനക്കാരനായ ദാവീദ് എഴുതിയ 31-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വാക്യം. നിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിൻ്റെ നന്മ എത്ര വലിയതാകും. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചത്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക പ്രവർത്തിച്ചതുമായ നന്മ എത്ര വലിയതാകുന്നുവെന്ന്. അപ്പോൾ ഈ ഭക്തൻ ആരാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ധൈര്യത്തോടും ബഹുമാനത്തോടും സ്നേഹത്തോടും അനുസരണത്തോടും ദൈവത്തെ ആരാധിക്കുന്നവനാണ് ഭക്തൻ. അപ്പോൾ എല്ലാറ്റിനേക്കാളും മറ്റെന്തിനേക്കാളും ദൈവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ് ഭക്തൻ. ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ബഹുമാനിക്കുന്നവർക്ക്, അനുസരിക്കുന്നവർക്ക്, ഭയപ്പെടുന്നവർക്ക് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യഹൃദയത്തിലും തോന്നാത്ത നന്മ തന്ന് നിറയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം നന്മയുടെ പുറകിലെയൊക്കെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ധൈര്യത്തോടെ ദൈവത്തെ ആരാധിക്കണം, സന്തോഷത്തോടെ ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ അനുസരിക്കണം. അപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ ഈ ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം തന്ന് നന്മകളാൽ നടത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം അതിനായിട്ട് ഈ പേരിന് നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർക്കട്ടെ. ഭക്തനെന്നും ഭക്തയെന്നും പറയുവാൻ നമ്മുടെ കർത്താവ് നമുക്കും ഭാഗ്യം തരട്ടെ. അതിനായി നമ്മളെ സമർപ്പിക്കാം. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ആശ്രയാമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഈ ക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മന്നിലുള്ളൂ, മന്നിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മന്നിലുള്ളൂ, ഈ മന്നിലുള്ളൂ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയ്ക്കായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം മുഴുവനും ഞങ്ങളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് പോയ സ്ഥാനത്ത് വന്ന സ്ഥാനത്തെല്ലാം ആ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ച് നടത്തിയ വിധങ്ങൾക്കായി നന്ദി. ജീവനും ഭക്തിക്കും വേണ്ടെന്ന് തന്ന് പോഷിപ്പിച്ചതോർത്തും സ്തോത്രം. സന്ധ്യയെങ്കിൽ അപ്പനെ ഒന്ന് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, ഈ നല്ല രാത്രികാലം ഞങ്ങൾക്ക് നല്ല ഉറക്കവും ആശ്വാസവും തരണമേ. സമാധാനത്തോടെ ഉറങ്ങി ഉണരണം, സന്തോഷത്തോടെ എഴുന്നേൽക്കണം. എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണം. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങളുടെ ഭവനവും പരിസരവും ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അപ്പച്ചൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരികയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും കിടക്കകളിലായിരിക്കുന്നവർ, അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനസ്സലിയണമേ, കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ, വിടുതലയക്കണമേ, നന്നായി ഉറങ്ങുവാൻ സഹായിക്കണമേ. യേശു അപ്പച്ചൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.